listen up, says my teacher. In front of the class, he says if you're not a believer, I'll you always that's on you. Better shape up and pay your dues. Thank you so much. आपका नाम? राजेश. ओ नानी. Oh, nice name. थोड़ा. Yeah, already recording. Yeah. Next video, all of them. Oh. I see you. Happy, really happy. See you soon. Okay, bye. ഞാൻ റൈഡ് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് വന്നത് എന്തിനാണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നേരെ ആഗ്ര പിടിക്കാനുള്ള പ്ലാനിലാണ്. പോകുന്ന പോക്കിൽ ചാർമിനാർ റോഡ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടാ. ഒരു ചരിത്ര പ്രസിദ്ധമായിട്ട് ഒരു സ്ഥലമാണ്, ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ്. പണ്ടൊരു സിഗരറ്റ് പാക്കിൽ കണ്ട ഒരു സംഭവം ഞാൻ ഇന്ന് നേരിട്ട് കാണാനായിട്ട് പോവുകയാണ്. അത് പറയുമ്പം ചോദിക്കരുത് ബ്രോ സിഗരറ്റ് വലിക്കുമെന്ന്. നമുക്ക് നോ വലി നോ കുടി, ഓൾഡി റൈഡ്. ഓക്കെ. ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടൽ ഇതാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ഹോട്ടലിൽ റൂം എടുക്കേണ്ടി വന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരു ഏകദേശം റൂമുകളും പോയി നോക്കി, എല്ലാം ഓയോ റൂംസ് ആണ്. മനസ്സിലായില്ല നിങ്ങൾക്ക് ഓയോ റൂംസ് എന്ന് പറഞ്ഞാൽ? അതിന് നമുക്ക് താമസിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഓപ്പൺ ആയിട്ട് പറയാൻ കേട്ടോ. എനിക്ക് കലി വന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. റൂം അത്യാവശ്യം റേറ്റ് കുറച്ച് എനിക്കൊരിടത്തുനിന്നൊരു റൂം കിട്ടി. അമ്മര് വന്നിട്ടേ പെണ്ണ് വേണോ എന്നുള്ള രീതിയിൽ സംസാരിച്ച്, മനസ്സിലായോ? അതിപ്പോൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം. ദയവ് ചെയ്ത് ഇതിലൊന്നും ചെന്ന് ചാടി വെക്കരുത്. ഞാൻ ഇവിടെ വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ടോ. ഒരു സൈഡിൽ കംപ്ലീറ്റ് ഹോട്ടലുകളാണ്, ഓയോ റൂംസ് ആണ് എല്ലാം. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് എവിടെയെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിൽ പോയാൽ കുളിക്കാൻ എനിക്ക് 1-2 തുണികൾ നനച്ചിരുന്നത്. അപ്പൊ അതിനുവേണ്ടി പോയതാണ്. ആ ഭാഗത്ത് പോയ ഒരു 4 ഹോട്ടലിലും ഈ ഒരു എന്ന് വെച്ചാൽ വേണമെങ്കിൽ വേണം, ഇല്ലാണ്ടെങ്കിൽ വേണ്ട, അതാണ് സംഭവം. പക്ഷെ കംപ്ലീറ്റ് ആ ടീംസ് ആണ് പറഞ്ഞിടേ, ഒരു രക്ഷയില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോ ഇതിന് കാണാൻ കൂടിയതായിരിക്കും ഞാൻ കാണാനായിട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു ഹോട്ടലിൽ വന്ന് കണ്ടതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ കുറച്ച് പ്രൈവസി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഹോട്ടലിൽ തന്നെ പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കയറി കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ഇറങ്ങണം. ഇപ്പൊ ഏകദേശം 7:53 ആയിട്ടോ. ഈ ഒരു സമയത്ത് ഇറങ്ങണമെന്ന് വെച്ചാൽ ചാർമിനാർ നിലവിൽ ക്ലോസ് എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ എനിക്ക് ജസ്റ്റ് അതിനകത്ത് ഒന്ന് കയറി കാണണമെന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. നേരെ ചാർമിനാർ, അവിടെ നേരെ ആഗ്ര. എന്നിട്ട് എനിക്ക് മാക്സിമം എനിക്ക് നാഗ്പൂർ എങ്കിലും പിടിക്കണം എന്ന്, അതായത് നാഗ്പൂർ എന്ന സ്ഥലത്തെങ്കിലും എത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ പെട്രോൾ അടിക്കണം. പെട്രോൾ ഇല്ല കേട്ടോ. നേരെ ചാർമിനാർ കാണണം. അവിടെ ചെന്നൊരു ഫോട്ടോ എടുക്കണം. നിങ്ങൾ നല്ലൊരു വിഷ്വൽ കാണിക്കണം. നൈറ്റ് കാണാനാണ് ഭംഗി കേട്ടോ. ഇവിടെ ഇന്നലെ ഒരു പടി പറ്റി, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ ഫോണെ ഇന്നലെ ഫുള്ള് വെയിലത്തിരിക്കുകയായിരുന്നു. ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഫ്രണ്ട് ആ ഡിസ്പ്ലേ, അതിങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ കയ്യിൽ വന്നു. ചെറിയൊരു കണക്ഷൻ മാത്രമേ ഈ ഒരു ഭാഗത്തുള്ളൂ. ഞാൻ ഇന്നലെ രാത്രി എന്നെ കൊണ്ടുപോയി ഞാൻ റെഡിയാക്കിയിട്ട് ഒരു ഷോപ്പിൽ ഒരു പയ്യനെ കണ്ട. പുള്ളി ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ് അടിപൊളിയിട്ട് സംസാരിക്കും. ഞങ്ങളാണ് ഭയങ്കര കമ്പനിയായി. ഒരുപാട് പേര് സംസാരിച്ച് അവൻ ഫുള്ള് ഇളക്കി ക്ലീൻ ചെയ്ത് പിന്നെ അതിന്റെ സൈഡ് ഗമ്മൊക്കെ ഇട്ട് ഒട്ടിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കയ്യിൽ തന്നെ. എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഫോൺ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിന് ഇനി ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് ഇനി ഒരു 500 മീറ്ററാണ് കാണിക്കണത്. വല്ലാത്തൊരു സ്ഥലം കേട്ടോ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയാ കൺട്രോളില്ല. അങ്ങ് പോകാൻ അന്ന് ഇങ്ങനെ നെഞ്ചത്തേക്ക് കയറിയിട്ട് നമ്മളെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് പോകും. അങ്ങോട്ട് കയറ്റി വിടൂലേ? ഇതാണ് ഞാൻ കാണാൻ വേണ്ടി വന്നത് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. ഇത് നിർമ്മിച്ചത് കേട്ടോ, അതായത് മുഹമ്മദ് കുലി കുത്തബ് ഷാ എന്ന് പറയുന്ന ഒരു രാജാവാണ്. ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ചക്രവർത്തി ഇവിടുത്തെ. അപ്പോൾ പുള്ളിക്കാരനാണ് ഇത് നിർമ്മിച്ചതിൻ്റെ കാരണം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പുള്ളിയുടെ രാജ്യത്ത് പ്ലേഗ് ഉണ്ടല്ലോ, നമ്മുടെ ഈ എലിപ്പനി, നമ്മുടെ എലിപ്പനി പടർന്നു പിടിച്ചപ്പോൾ ആ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നേർച്ച നേർന്നു കേട്ടോ. നോർമലി ഇപ്പം നമ്മൾ നേർച്ച നേരൂലേ, നമ്മളൊരു ആഗ്രഹം പറഞ്ഞിട്ട് നേരൂലേ, ഈ ഒരു ആഗ്രഹം നടത്തി തരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു നേർച്ച ചെയ്തൊക്കെ എനിക്ക് ഈ ഒരു ആഗ്രഹം നടത്തി തരുമോ എന്ന് ചോദിച്ചിട്ട് അന്ന് പുള്ളിക്കാരൻ നേർന്ന ആ ഒരു കാര്യം പ്രാവർത്തിയായുണ്ടാണ് കേട്ടോ. അതായത് അന്ന് അങ്ങനെ ഒരു ഡിസീസ് അവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ മാറിപ്പോയതുകൊണ്ട് പുള്ളിക്കാരൻ അന്ന് നേർന്നത് അതിവിടെ ബിൽഡ് ചെയ്ത് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ചാർമിനാർ ഇവിടെ വന്നത്. ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിഗരറ്റിൻ്റെ ബാക്കിലും നമ്മൾ ജീവിതത്തിൽ തുറന്നു നോക്കാത്ത ഹിസ്റ്ററി ബുക്കിലുമൊക്കെയാണ് ഈ സാധനം കണ്ടിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ 4 നിലയാണ് കേട്ടോ. ക്യാൻ യു ടേക്ക് എ ഫോട്ടോ? കൈസപ്പ് ആരൊന്നുമില്ല, എനിക്കറിയില്ല. അവരെന്നെ ഹെൽപ്പ് ചെയ്യണുണ്ടോ? അവർ തന്നെ പോസും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട്. എൻ്റെ മോനെ പൊളി. താങ്ക് യു സോ മച്ച്. आपका नाम? राजेश. ओ नानी. ओ नाइस नेम. हाँ चार्ली. हाँ एक फोटो आपके लिए मेरे इंस्टाग्राम. ओके
ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓ നൈസ്. മൈ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പറയാൻ വിട്ടുപോയി. സംഭവം ഇത് നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ല്, അതുപോലെ ചുണ്ണാമ്പ്, പിന്നെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ വക സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിലവിലിത് ഇപ്പോൾ ഓപ്പൺ അല്ല, 10 മണിയാവും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞത് ശരിയാണെന്ന് അറിയാൻ പറ്റില്ല, ചോദിച്ചപ്പം മനസ്സിലാക്കിയ കേസാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു പള്ളി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റണമെന്ന് വെച്ചാൽ നമ്മുടെ ഹൈദരാബാദ് സിറ്റി ഏകദേശം ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഗോപ്രയിൽ കാണാൻ പറ്റില്ല. ഇത് കണ്ടോ, ഈ ഒരു ക്ലോക്ക്, ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്ലോക്കാണ് കേട്ടോ. ഇത് അന്ന് നന്നാക്കിയ അതേ ഫാമിലി, അതായത് ആ ഒരു തലമുറ തന്നെയാണ് ഇന്നും അത് നന്നാക്കണം കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കൗതുകമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ രണ്ട് സൈഡും നല്ല സ്ട്രീറ്റ് ആണ് കേട്ടോ, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഏതായാലും ഇവിടെ നിന്ന് തിരിക്കാം. ഒരു ഐതിഹ്യം കൂടെ ഉണ്ട്. ഇത് നിർമ്മിച്ച ഈ രാജാവിൻ്റെ മുഹമ്മദ് കുലീബ് തബ്ഷ, അതാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ വൈഫിനെ കണ്ടത് ഇവിടെ വെച്ചെന്നാണ് എല്ലാവരുടെയും ഒരു ഐതിഹ്യം. ഇത് പറഞ്ഞുണ്ടാക്കിയതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആയിരിക്കും കേട്ടോ അങ്ങനെ. കാര്യം നമ്മളെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അറിയില്ല, ഇനി പറയാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ ഇവിടെ പുള്ളിക്കാരി കണ്ടതുകൊണ്ടാണ് ഇത് നിർമ്മിച്ചതെന്നും അറിയില്ല. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഒരു ടവർ ഇടിമിന്നലിൽ നിന്ന് നശിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. എൻ്റെ മുകളിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എൻ്റെ മുകളിൽ കയറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അതായത് അവരെ മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് സംഭവം. അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് അവർ കൂടിയിരുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഞാൻ ഏകദേശം കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഈ ഹിസ്റ്ററി ക്ലാസ്സിൽ കയറാത്തതിൻ്റെ നല്ല ക്ഷീണം എനിക്കിപ്പോൾ നിലവിലുണ്ട്. കേരള തോട. നെക്സ്റ്റ് നേരെ ആഗ്ര, ഡൽഹി, മണാലി. പെട്രോൾ ഓൾമോസ്റ്റ് കേരള ടു ഹിയർ 4,000 പ്ലസ്. നിയർ പമ്പ് പെട്രോൾ പമ്പ് खुला है. हाँ ओके, हाँ ओके. क्या चैनल दो. ओके, थैंक यू. हाँ या ऑलरेडी recording. Yeah, next video all of them. Oh, happy, really happy. See you soon. Okay, bye. ആടാ പറഞ്ഞ ഹിന്ദിക്കാരൊക്കെ മോശമാണെന്ന്. എല്ലാവരും ഭയങ്കര കാര്യം കേട്ടോ. ഞാൻ സെറ്റായി, ഞാൻ ഇവരൊട്ടൊക്കെ സെറ്റായി. എനിക്ക് ഇനി എന്താ പറയുക, ഒരു മനസ്സിൻ്റെ ഒരു അറപ്പെന്ന് പറഞ്ഞില്ല കേട്ടോ. അറപ്പെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നും വിചാരിക്കണ്ട, എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിപ്പം നിലവിൽ വലിയ കുഴപ്പമില്ല. ഒരുവിധം ദോടയൊക്കെ വെച്ച് നമ്മളങ്ങ് പോകും. ഇവിടെ കംപ്ലീറ്റ് കടകളാണ് കേട്ടോ. പൊന്നു, നമ്മൾ ഇതൊക്കെ ഉത്സവത്തിനെ കണ്ടിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ, കറക്റ്റ്. എന്തായാലും കൊള്ളാം. വണ്ടി ഒന്ന് ജസ്റ്റ് ചവിട്ടി ഞാൻ വന്നത്. അതിൻ്റെ ഫ്രണ്ട് ഒന്ന് കണ്ടോട്ടെ. ഞാൻ എൻ്റെ സൈഡിലാണ് വന്നത്. വേണ്ട, ഇതാണ് എൻ്റെ ഫ്രണ്ട്. പിന്നെ പല ഡോറുകളുണ്ട് കേട്ടോ, അതുകൊണ്ടുണ്ട് ബാക്കിലോട്ടൊക്കെ. എന്തായാലും പൊളി. ഹൈവേ മെയിൻ ഹൈവേ. ഞാൻ എല്ലാ ആളുടെ അടുത്താണ് കേട്ടോ ചോദിച്ചത്. അവൻ ഇവിടെ വന്നിട്ടേ അവനിവിടെ ഇറങ്ങി പോകാൻ പറ്റില്ല. അവനും അതാണ് നോയിക്കൊണ്ട് നിന്നേന്ന്. ഇത് അതിലാണ് ഇറങ്ങി പോകണമെന്ന്. എൻ്റെ പൊന്നെ, ഇരുന്നതും പോട്ടെ നിന്നതും പോട്ടെ, എല്ലാം പൊട്ടന്മാർ. എനിക്ക് വയ്യ. എന്തായാലും കൊള്ളാം. ഓ സോറി എനിക്ക് മറ. ഞാൻ എന്തായാലും വഴിയൊന്നും കണ്ടുപിടിച്ചോട്ടെ. ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഞാനേ ഈ വക സാധനങ്ങൾ നമ്മളെ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇത്രയും ബൾക്കായിട്ട് കേട്ടോ. ദൈവമേ, ഞാൻ റോഡിലാണ് നിൽക്കണേ. ഓ ഇവിടെ കണ്ടോ, ഇവിടെ അതുങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കും കേട്ടോ. അതാണ് ഇവിടെ വന്നിരിക്കണത്. എൻ്റെ പൊന്നെ, എന്ത് പ്രാവല്ലേ. ഒരുപാട് പ്രാവുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ വരെ പിടിച്ച് തിന്നും. ഇതങ്ങോട്ട് കണ്ടോ, അത് തീറ്റ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ വക സാധനങ്ങൾ കുറച്ച് എനിക്കതിൻ്റെ ഭ്രാന്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചവിട്ടി നിർത്തിയത്. ദേ പോണു നിറച്ച് പ്രാവ്. അയ്യോ നോക്ക്. എനിക്ക് വയ്യ. എന്താണ് ഇത്? ദൈവമേ, തള്ളിയിടുവോ? നിറച്ചിരിക്കണ്ട കേട്ടോ, നിറച്ച്. തിരക്ക് കണ്ട, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ കാര്യം നോക്കി സേഫായിട്ട് തിരിഞ്ഞു പോവുക. ഒരു കാരണവശാലും ഈ ഒറ്റയ്ക്ക് വരണ അടുത്താണ് പറഞ്ഞ കേട്ടോ. എന്നെ പോലെ ഒറ്റയ്ക്ക് വരാൻ
പ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമായിട്ട് പറഞ്ഞതാണ്. ഒറ്റയ്ക്ക് വരാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ആരെങ്കിലും ഒരാളിനെ കൂടെ കൂട്ടിക്കോ. പിന്നെ എനിക്ക് ഇപ്പം എന്തായാലും അങ്ങനെ വന്നല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു രക്ഷയില്ലാത്തൊരു ട്രാഫിക് ഇതാണ്. ഈ ഒരു ഹൈവേയിൽ ഒന്ന് കയറിയത് കേട്ടോ, ജീവൻ വിടുന്നത്. നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ്, ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ജാക്കറ്റ് എല്ലാം കൂടെ ഇട്ട് ഏതെങ്കിലും ട്രാഫിക്കിൽ എവിടെയെങ്കിലും വന്ന് പെട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞത് ഇപ്പോൾ നല്ല രീതിയിൽ തണുക്കുകയാണ്. ഒരു എങ്ങനെ പറയാം 89-90 റേഞ്ചിലാണ് പോണേ. തണുക്കണതിൻ്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. അകത്ത് ടീഷർട്ട് കംപ്ലീറ്റ് വെള്ളമായി കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ജാക്കിൻ്റെ ഇടയിൽ കൂടെ എയർ കയറുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എയർ കയറണം. ആ എയർ കയറുമ്പം അകത്ത് നല്ല തണുപ്പ്, ഈ മറ്റേ ഐസ് കെട്ട് എടുത്തിട്ടില്ലേ അതുപോലെ തണുക്കണുണ്ട്. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള തണുപ്പും കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. നോർമലി നമ്മൾ ഈ ഒരു സ്പീഡ് പിടിച്ചാൽ പോകണുള്ളൂ. അതായത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം. ഞാൻ നല്ല ഹോട്ടലിൽ തപ്പിക്കൊണ്ടിരിക്കണം കുറേ നേരമായിട്ട്. ഒരു ധാബയിലാണ് കയറിയത് കേട്ടോ. നിങ്ങൾക്ക് ഈ ആഹാരം കാണുമ്പോൾ മനസ്സിലാവില്ല. ഇതാണ് കേട്ടോ, റൊട്ടിയാണ്, പിന്നെ മുട്ടക്കറിയുണ്ട്. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് കേട്ടോ. സെറ്റ് സാധനം. പിന്നെ ഇന്നത്തെ ആഹാരം ഇതാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കിട്ടിയില്ലെങ്കില്ല. പിന്നെ ഞാനും നിങ്ങളുടെ അടുത്ത് അതേ പറയുള്ളൂ, ഈ യാത്ര ചെയ്യാൻ, അതായത് ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സമയം എടുത്താലും കുഴപ്പമില്ല. ഇതുപോലെ ഏതെങ്കിലും ഡാമ്പുകൾ കിട്ടും, അവിടെ നിന്ന് ആഹാരം കഴിച്ചാൽ മതി കേട്ടോ. അത് വിശക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ റോഡ് സൈഡിൽ കിട്ടുന്ന ഫുഡ് വാങ്ങിച്ച് കഴിക്കുമെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുവരെ സെറ്റാണ്, ഫുഡും ഒക്കെയാണ്. നാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. നാരങ്ങയുണ്ട്, ഇത് ഒരു പ്രത്യേക ടൈപ്പ് സാധനം കേട്ടോ. ഇത് അല് പിഴിയേണ്ടതായിട്ടാണ് തോന്നുന്നു. പിന്നെ ഇനി ഇവിടെ നിന്ന് എന്തായാലും 2 ദിവസം പിടിക്കും കേട്ടോ ഞാൻ അതുവരെ എത്താൻ. 2 ദിവസം എന്ന് വെച്ചാൽ ഇന്നും നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാൾ അടുപ്പിച്ച് എന്തായാലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഇതെന്തായാലും ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ നടക്കാം. ഞാൻ ഫുഡ് കഴിച്ച ഷോപ്പ് ഇതാണ് കേട്ടോ. ഷോപ്പല്ലല്ലോ, ഹോട്ടൽ. അമ്മേ കയറി എന്താ ഇവിടേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. നോക്കിപ്പോ ഈ സോളോ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പലരും പറഞ്ഞിട്ട് ഈ ഹിന്ദിയിലെ കേസ് പറഞ്ഞിട്ട് ഒരുപാട് പേര് പേടിപ്പിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിരുന്നു കേട്ടോ. എനിക്ക് ഹിന്ദി എന്ന് പറയുന്നത് ഒരു വാക്ക് പോലും എനിക്ക് നേരെ അറിയുമ്പോൾ നഹി ദോട ഇതൊക്കെ എനിക്കറിയാവും. അപ്പോൾ ഒരുവിധം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. റൈഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ പഠിച്ചുകൊണ്ട് പോകണം, എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് വേണ്ട, അതിൻ്റെ ഹിന്ദി പഠിക്കണം. എനിക്കത് വേണ്ട, അതിൻ്റെ ഹിന്ദി. പിന്നെ എനിക്കിത് മതി, അത്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണോ പോയിട്ട് വരാടെ. അതിൻ്റെ അനുഭവമാണ് കേട്ടോ. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഇനി എന്തായാലും കുറച്ചുകൂടെ അങ്ങനെ കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ അനിയത്തെ ഒന്ന് വിളിച്ച് ചോദിക്കും. അവള് ഹിന്ദിയിൽ ഇപ്പോൾ PG എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഹിന്ദിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചോക്ക് എന്റെ അവസ്ഥ. അവള് ചെയ്യാത്ത റിസ്ക്കാണ് ഞാൻ ചെയ്യണം, മനസ്സിലായോ? പലതും ഞാൻ പറയാൻ നമ്മളെ പഠിക്കണതുമായിട്ടോ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരു പരിധി വരെ നമ്മൾ ഇഷ്ടം മുന്നോട്ട് നോക്കി പോവുക, അത് മാത്രമേ ഉള്ളൂ. കാശെന്ന് പറയുന്നത് എന്നും എല്ലാവരുടെയും ഒരു വലിയൊരു ഘടകം തന്നെയാണ്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ അത് മാത്രമായി മാറരുത് ഒരാളുടെ ജീവിതം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഞാനായിട്ട് എന്തെങ്കിലും ഇറങ്ങി വർക്ക് ചെയ്താലേ എനിക്കായിട്ട് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് സംഗതി. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പറയുന്ന കാര്യത്തിൽ ചൂഴ്ന്ന് നോക്കി അതിൽ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ നെഗറ്റീവ് അടിച്ചുകൊണ്ട് അവിടെ ഇരിക്കേ ഉള്ളൂ. നല്ല കാര്യം ചിന്തിക്ക്, നല്ല കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും കേട്ടോ. ഉപദേശിക്കുന്നവന്, അതായത് ഞാനീ പറഞ്ഞ കാര്യം ഉപദേശമായിട്ട് നോക്കണ്ട. ഉപദേശിക്കണവന്മാരെ വലുതായിട്ട് മൈൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. നല്ല കാര്യം ആര് പറയണോ അതൊന്ന് ചിന്തിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. അതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതെന്താണ് പറഞ്ഞത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, സ്വയം ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നാഗ്പൂർ പോണ റൂട്ടാണ് കേട്ടോ. ഹൈവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹൈവേ. ഇടയ്ക്ക് 1-2 ചെറിയൊരു ഡീവിയേഷൻ വന്നേട്ടോ. നല്ല തിരക്കിലുള്ള റോഡുകളിൽ പോയി കയറിയത്. എനിക്ക് തോന്നുന്നു ഞാൻ ബൈക്കിൻ്റെ ഇതിട്ടേക്കണതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഷോർട്ട് കട്ട് തന്നെയാണ്. ഇനി 1185 കിലോമീറ്ററാണ് നമ്മുടെ ആഗ്രയിൽ എത്താനായിട്ട്. അപ്പോൾ നാഗ്പൂരിലെത്താനായിട്ട് ഇനി ഏകദേശം ഒരു 300 സംതിങ് കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ പോളി റോഡെന്ന് വെച്ചാൽ പോളി റോഡും പിന്നെ ഈ ഒരു വിഷ്വൽ കണ്ടോ നിങ്ങൾ?
രണ്ട് സൈഡല്ല കേട്ടോ, അപ്പുറത്ത് സാധാ മരം നിൽക്കണാണ്. റൈറ്റ് സൈഡിൽ കണ്ട ഈ ചെടി ഇങ്ങനെ അവിടെ നിന്നോട്ട് ഒരുപാട് പൂത്ത് നിൽക്കണുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഈ സാധനം. ഇത് കണ്ടോ, ഒരു വേറെ സ്ഥലത്ത് നിന്നല്ലോ തോന്നുന്നു കേട്ടോ. അത് ഇങ്ങനെ അന്യഗ്രഹത്തിൽ നിന്നല്ലോ തോന്നുന്നു കേട്ടോ. പാറ പൊട്ടിച്ച് കല്ല് കൊണ്ട് കയറ്റി ഇട്ടേക്കും പോലെ അടങ്ങും കേട്ടോ. അങ്ങനെ അതായിരിക്കും അല്ലേ, അല്ലാതെ പിന്നെ ഇങ്ങനെ വരാൻ ചാൻസ് എങ്ങനെ? ഡംപ് ചെയ്തായിരിക്കും, അല്ലാതെ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. നാഗ്പൂർ ഇവിടുന്ന് 306 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മിക്കവാറും നാഗ്പൂർ അടുപ്പിച്ച് എവിടെയെങ്കിലും സ്റ്റേ പിടിക്കാനാണ് ചാൻസ്. സ്റ്റേ ഇപ്പം പമ്പ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ടെന്റ് ഇവിടെ അടിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ കഴിഞ്ഞതിന് ഒരു ഷോർട്സ് മാത്രമാണ് ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നത്. ആ ടെന്റ് നോക്കിയാൽ അറിയാം അതിന് കംപ്ലീറ്റ് വെള്ളമായിട്ട് കിടപ്പുള്ളത്. ഇത് കാണാൻ പറ്റണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചാൻസ് ഇല്ല. ഗോപ്രോയിൽ ഒരു പരിധി വരെയുള്ള വിഷ്വലേ കിട്ടുള്ളൂ. ആവി പറക്കണം കേട്ടോ റോഡിൽ നിന്ന്. ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ ചൂടും റോഡിൽ നിന്നുള്ള ചൂടും കൂടെ ആയപ്പോഴേ കാലിപ്പം ഏകദേശം പറഞ്ഞാൽ മുട്ട റോസ്റ്റ് വരുവായി. ഒരു വേറെ വഴിയില്ല കേട്ടോ. ദൈവമേ ആ അയ്യോ, അല്ല വഴിയില്ല, അല്ലാതെ എന്നെ ഓവർടേക്ക് മാറാൻ വഴിയില്ല. ബെയറിങ് പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. വണ്ടി നല്ല രീതിയിൽ ഒരു ചുഴറ്റലുണ്ട്. എന്താണ് ഏതാണെന്ന് ഒരു എത്തുപിടിയും കിട്ടില്ല. എൻ്റെ പൊന്നോ, ടയറിനെ പറ്റി പറഞ്ഞൊരു വീഡിയോ ഇട്ടതേ ഉള്ളൂ. തൊട്ട് പിറകുന്ന അടുത്ത പണി. ഇങ്ങോട്ട് നോക്കണ്ട, ഒരുമാതിരി മരുഭൂമിയിലെത്തിയതുപോലെ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇറങ്ങണത്. കൂട്ടുകാരത്ത് പോകുമ്പോൾ അല്ലല്ലോ, ഒറ്റയ്ക്ക് പോകുമ്പോൾ. അത് നിങ്ങൾക്ക് ഈ വീട്ടിനകത്ത് സുരക്ഷിതമായിട്ടിരിക്കുമ്പോൾ ഒന്നും തോന്നില്ല. പുറത്ത് ഇതുപോലെ ആക്കി പറഞ്ഞു, അപ്പോൾ മനസ്സിലാവും എവിടെയൊക്കെ എപ്പോഴൊക്കെ ടെൻഷൻ വരുമെന്ന്. ഇനി എത്ര വലിയ ബിൽഡറെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. എനിക്കതാണ് ഈ ഏരിയ മൊത്തം എന്ന് വെച്ചാൽ ഏകദേശം കണ്ട ആൾക്കാർ ക്രൂഡ് ലുക്കടെ വല്ലാത്ത നോട്ടവും ഇവന്മാര്. ഇതൊക്കെയാണെങ്കിൽ പെട്രോൾ പോലും അടിച്ചില്ല. ദൈവമേ, കണ്ട പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കേണ്ടതായിരുന്നു. ഇത് ഏത് റൂട്ടാണ് എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഇത് കറക്റ്റ് ഫോറസ്റ്റ് ആണ്, ഇത് കാടാണ് കേട്ടോ. അവിടെ ബോർഡൊക്കെ വെച്ചേക്കണ്, കാട്ടുപോത്തിനും കരടിയിലൊക്കെ ഫോട്ടോ വെച്ചേക്കണ്. ഇതിപ്പോ എങ്ങനെയാണ് ഈ റൂട്ട് എടുത്ത് തിരിച്ചെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. ഞാൻ എനിക്ക് എന്താണോ കിട്ടുന്ന ഫീല് ഞാൻ അതുപോലെ തിരിച്ച് നിങ്ങൾക്ക് തന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ ജോക്കർ കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അകത്തൊരു കാര്യം വെച്ചുകൊണ്ട് പുറത്തൊരെണ്ണം കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പൊ അതെന്താ കാട്ടുതീയാണോ? എല്ലാം കൂടെ അതേ കത്തി പറഞ്ഞു. ഓടാ, അത് കത്തണാണ് കേട്ടാ. ഇവിടെ കാട്ടുതീയാണത്. എന്റെ ദൈവമേ, അമ്മാതിരി ചൂട് കേട്ടാ. ഇത് കത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വണ്ടി കിടന്ന് ചുഴട്ടുണ്ട്. ഇതെന്ത് വേണ്ട, വണ്ടി കിടന്ന് ചുഴട്ടാണ് കേട്ടാ. മെയിൻ റോഡിൽ കയറിയിട്ടേ എനിക്ക് തോന്നുന്നു എനിക്ക് ഒന്നെങ്കിൽ ബെയറിങ് പോയിട്ടുണ്ട്. അതാണ് ഈ വണ്ടി ഇങ്ങനെയാണെന്ന് ചോദിക്കണം. ഒപ്പം നല്ല രീതിയിൽ ട്വിസ്റ്റ് ആവണത്. ഓക്കെ, മൈ ബൈക്ക് ഈസ് ട്വിസ്റ്റിംഗ്. I don't know why. Huh? No, the tire is twisting like this. Sir, can you hold it? Can you hold here? ഓക്കെ സർ, താങ്ക് യു. എന്താണ് പ്രശ്നം എന്നൊരു പിടിയും കിട്ടില്ലടെ. 2 കിലോമീറ്റർ റൈറ്റ്. ഓക്കെ നേരെ എടുക്കണ്ടോ? ഓക്കെ താങ്ക് യു. സോറി, ഓക്കെ താങ്ക് യു സർ. എനിക്കൊരു എത്തും പിടിയും കിട്ടില്ല കേട്ടാ. വണ്ടിക്കൊരു ചുഴറ്റില്ല. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ആവണുണ്ടോ? മൈൻഡ് മൊത്തം പോയി. വേറെങ്കിലും പോയതാണ് ഈ വണ്ടി എപ്പോഴും വാരി പറക്കിട്ട് വീഴുന്നത്. എന്താണെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും നോക്കാം. ഈ റൈഡ് മുഴുവനും എന്താണ്ടാ പഞ്ചാബികളുടെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ. ഇവിടെ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇത് എല്ലാം കൂടെ 140 രൂപയാണ് കേട്ടോ. നമ്മൾ ചോറ് കഴിക്കുന്നതിനേക്കാളും റേറ്റാണ്. പക്ഷേ നമുക്ക് വൃത്തിയായിട്ട് ആഹാരം കഴിക്കാൻ പറ്റും. ഗൈസ്, അപ്പോൾ ചെറിയൊരു പണി ഇതിൻ്റെ ഇടയിൽ വന്ന്. പണിയെന്ന് പറഞ്ഞാൽ പോലെ വിഷമം ഉണ്ടാക്കുന്ന ഒരു പണിയാണ് കേട്ടോ. അതായിരുന്ന അവൻ്റെ അമ്മൂമ്മയ്ക്ക് പാക്കം പറ്റിയ വെട്ടണുണ്ടോ. ബ്ലേഡിൽ നാറി പറഞ്ഞു
എൻ്റെ അടുത്ത് ഇവിടെ കിടക്കണ്ട എന്ന്. ഞാൻ പുള്ളിയുടെ മോനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്താ നോക്കണം. അപ്പം ഞാൻ കക്ഷി എടുത്ത് ചോദിച്ചു. അപ്പോൾ അവൻ ഓക്കെയാണ്, പയ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ തണ്ടി അവിടെ കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ. ഇയാൾ അവിടെ കിടന്ന് ഉറക്കമായിരുന്നു. ഇപ്പം എണീറ്റ് വന്നിട്ട് എൻ്റെ അടിക്കാനുള്ള ഒരു ചെറിയൊരു ചുറ്റുപാട് അങ്ങനെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് എന്തൊക്കെ ഹിന്ദിയിൽ ചോദിച്ചു. എനിക്ക് പണ്ട് ഈ യാ ചാർലി D400 എന്താടാ ചാർലി എന്നല്ലേ പറഞ്ഞത്? വേറെ അക്ഷരമൊന്നും തെറ്റില്ലല്ലോ. അപ്പോൾ ഈ ആറി വന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇവിടെ കിടക്കാൻ പറ്റില്ല, ഇത് ഒരു എന്തോ ഹോട്ടലാണ്, മറ്റേ അങ്ങനെ എന്താ സെറ്റപ്പ്. ഞാൻ പറഞ്ഞ് ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കിടന്നോളാം എന്നുള്ള രീതിയിൽ സംസാരിച്ച്. നോയ് 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 എൻ്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അതിൽ തുടങ്ങി. ഈ പുള്ളിയും പാവമാണ് കേട്ടോ. അയാളാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് കിടന്നോളാൻ പറഞ്ഞത്. പാവം, നല്ലൊരു മനുഷ്യൻ. തലയിൽ റിബൺ കെട്ടിയ തെണ്ടി ഉണ്ടല്ലോ, എല്ലാവരും എങ്ങനെയെന്ന് പറയില്ല കേട്ടോ. പണ്ട് മിലിറ്ററിയിൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴേ എൻ്റെ വഴി മുടക്കിയതാണ് ഈ തലയിൽ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇയാളെ കാണുന്ന കാഴ്ചയിൽ കാണുമ്പോൾ എന്തെങ്കിലും തോന്നില്ലേ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്രോഡ് തന്നെ തോന്നില്ലേ, ഫ്രോഡാണെന്ന് തോന്നില്ലേ. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ എന്നെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തേട്ടാ. ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു റൂം റെഡിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇവിടെ 20 കിലോമീറ്ററിനപ്പുറം ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയത് കേട്ടോ. പിന്നെ എനിക്ക് വല്ലാത്തൊരു കലിയും വിഷമവും പറഞ്ഞു കേട്ടോ. ഞാൻ ഒരു ഓപ്പണായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ സേഫ് സോണിലാണ് കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതുപോലൊരു യാത്ര പോക്ക്, അപ്പോൾ മനസ്സിലാവും വീടിൻ്റെ വിലയും അതൊക്കെ ശരിക്കും മനസ്സിലാവും. എനിക്കെന്തോ പെട്ടെന്ന് അയാളുടെ മോനാണ് പറഞ്ഞത്, ഓക്കെ കുഴപ്പമില്ല സ്റ്റേ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അദിലാബാദോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അടുത്ത ഒരു സ്റ്റോപ്പ് കേട്ടോ. അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ എവിടെയോ റൂം സ്റ്റേ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും പോയി നോക്കാം. കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റേ എടുക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടത് എന്താണോ അതുപോലെ ചെയ്യാം. ഞാൻ നല്ല ടയർഡാണ്, ഫുൾ ടൈം വണ്ടി ഓടിച്ചു വന്നു. പിന്നെ വണ്ടിക്ക് ഏതൊരു കുഴിയിൽ ഇറങ്ങിയപ്പോഴെന്തോ ആണ് കേട്ടോ, കുഴിയിലോ അങ്ങനെ എന്തോ ആണ്. അത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, വണ്ടി ഫ്രണ്ട് അങ്ങ് പൊളയാൻ തുടങ്ങി. ഈ ഒരുമാതിരി പാമ്പ് പൊളയില്ലേ, ഇതൊന്നും പറയും, പാമ്പ് പൊളയും പോലെ ഇങ്ങനെ പൊളയാൻ തുടങ്ങി. ഇങ്ങനെ നിങ്ങളെ കണ്ടില്ലേ, ആ വിഷ്വൽ കണ്ടില്ലേ, അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വണ്ടി ഒതുക്കാം, ഇനിയിപ്പോൾ എന്തായാലും നോക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ജാക്കറ്റൊക്കെ മാറിയിട്ട് വണ്ടി സൗകര്യം അനുസരിച്ച് എടുത്ത് വെച്ച് നോക്കാമല്ലോ എന്നുള്ളൊരു കാൽക്കുലേഷൻ ആയിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് ഒരു പൊളയലുമില്ല. അവൻ നല്ല നൈസായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ഇനിയിപ്പോൾ എന്തായാലും അത്യാവശ്യം ഏതെങ്കിലും ഒരു ബജാജിൻ്റെ ഷോറൂമോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനേ ഈ ഒരു വിഷ്വൽ കണ്ടിട്ട് ക്യാമറ ഓണാക്കിയതാണ്. കുറേ നേരമായിട്ട് ഞാൻ കണ്ടുകൊണ്ട് വരികയാണ്. ഞാനിപ്പോൾ ഈ ഇന്നർ വൈസർ ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് രക്ഷപ്പെട്ട് പോവുകയാണ് കേട്ടോ. അല്ലെങ്കിൽ മുഖത്ത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് വെട്ടം. നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റണം. അത് ഒരു പ്രത്യേക ഒരു രസമല്ലേ അത്. കുറച്ച് രസം കൂടുതലാണ്, എന്നാലും എന്താ പറയുക, ചൂട് കുറച്ച് കടുപ്പമാണ്, എന്നാലും നല്ല രസമുണ്ട് അത് കാണാൻ. ഞാനിങ്ങനെ മൂഡ് ഓഫ് ആയി വരായിരുന്നു കേട്ടോ. എന്നാലും അയാൾക്ക് അതിങ്ങനെ പറയാൻ തോന്നിയത്, അയാളുടെ അതിനകത്ത് കയറി കിടക്കട്ടാന്നല്ലേ ചോദിച്ചത്, പുറത്തൊരു ടെൻ്റ് അടിച്ചോട്ടാന്നാണ് ചോദിച്ചത്. ഇതൊക്കെ എന്തോ മനുഷ്യന്മാരല്ലേ എടാ. നിങ്ങളാരും ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. പഞ്ചാബിൽ നിന്നല്ല ആര് വന്നാലും ശരി തന്നെ, നിങ്ങൾ എവിടെയെങ്കിലും അവനൊരു ചെറിയൊരു സ്ഥലം കൊടുക്കണം. അവൻ ഇതുപോലെ യാത്ര ചെയ്ത് വരുന്നവനാണ്, നിങ്ങൾക്ക് വേറെ തെറ്റ് തോന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. എനിക്കോ വീട് അളിയാ അല്ലേ, വീട് അളിയാ, അത്രേ ഉള്ളൂ.
നാഗ്പൂർ പോണ റൂട്ടാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു വല്ലാത്തൊരു ദിവസമായി മാറി. ഇത് അവസാനം ഘട്ടം കൊണ്ടിട്ട് ഞാൻ ഏകദേശം അവിടെ കിടക്കാം എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. മനസ്സിൽ ഇപ്പോഴും അത് തന്നെ അയാൾ പറഞ്ഞ ഡയലോഗേ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും ഒതുങ്ങിയല്ലേ പറ്റുള്ളൂ. രാത്രി വണ്ടി ഓടിപ്പോൾ നടക്കില്ല, കുറച്ച് ടാസ്ക്കാണ്. എനിക്ക് ഒന്നും കാണാൻ പോലും പറ്റില്ല കേട്ടോ. പുതിയ വൈസറാണെങ്കിൽ ഏകദേശം ഡാമേജായി, ഇതിൻ്റെ പൊടിയും അതും ഇതുമൊക്കെ അടിച്ചിട്ട്. നേരുടെ പമ്പല്ലേ ഇത്? നോക്കട്ടെ, എന്തായാലും അങ്ങോട്ട് എവിടെയും നോക്കാം. എവിടെയെങ്കിലും ഒരു റൂം കിട്ടിയാൽ രക്ഷപ്പെട്ടു. പൈസ അങ്ങനെ ഒരുപാട് നേരത്തെ അലച്ചതിന് ശേഷം ഒരു പമ്പ് കിട്ടി. ഞാൻ ഇവിടെ ടെൻ്റ് അടിച്ചു കേട്ടാ. വേണ്ടാ. അപ്പോൾ വണ്ടി ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടെൻറ്റ് കുഴപ്പമില്ല കേട്ടോ. അത് ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു, അവന്മാർ ഇപ്പോൾ കാണാനില്ല. അങ്ങോട്ട് പോയാൽ അതോ പറഞ്ഞു ആണ്ടാ. ഒരു കുഞ്ഞനും ഒരു വലിയനും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ഞാൻ എന്തായാലും സംസാരിക്കുന്നില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലത്ത് എനിക്ക് എന്തോ ടെൻ്റ് അടിക്കാൻ കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സേഫ് തന്നെയാണ്, വേറെ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല കേട്ടോ. അതായത് എങ്ങനെ പറയാം, ആളും ഭയങ്കര തിരക്കുള്ള സ്ഥലമല്ല, നോർമൽ. ഇതാ 2 സ്റ്റാഫുകളുണ്ട്, ഇതിനകത്ത് വേറൊരു പയ്യൻ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ 2 പട്ടിക്കുട്ടികളുണ്ട്. പിന്നെ ദിവസം ഫുള്ള് റൈഡാണ്. ഫുള്ള് റൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങറ്റം. അതായത് ഞാനിപ്പോൾ ടെൻ്റ് അടിക്കുന്നത് വരെയും ബൈക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു കേട്ടോ. ഏകദേശം പറയാം ഒരു 100-500 കിലോമീറ്റർ മുകളിൽ എന്തായാലും വണ്ടി ഓടിയിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആഗ്ര വരെ 1050 എന്തോ കിലോമീറ്റർ ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഓടി എത്തൂല. ഇനിയും ഒരു ദിവസം കവർ ചെയ്താലേ എന്തായാലും എത്തുള്ളൂ. നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യം സ്റ്റേ പിടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ നാഗ്പൂരിൽ നിന്ന് 100 കിലോമീറ്ററായിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത്. പിന്നെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാവരും വലിയ കമ്പനിയാണ്, എല്ലാം ആംഗ്യ ഭാഷയാണ് കേട്ടോ. സംസാരിക്കാൻ പറ്റാത്തവരോട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായി. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ആംഗ്യ ഭാഷയിൽ കൂടെ നമുക്ക് ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഭാഷ ഒരു പ്രശ്നമാക്കി നിൽക്കണ്ട. എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ, അതേ ഞാൻ പറയണുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് പറഞ്ഞിടത്ത് വെച്ച് കാണാം, അതേ ഉള്ളൂ. വെറുതെ പേടിച്ചിരിക്കണേ എന്തിനാണ്, എനിക്ക് ഭാഷ അറിയാൻ പാടില്ല, അതറിയാൻ പാടില്ല, ഇതറിയാൻ പാടില്ല എന്ന് ചുമ്മാ ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ തരണല്ലേ. പിന്നെ എനിക്കെന്തായാലും ഇനി എന്തായാലും എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറകെ ഓടിയേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പുള്ളിയാണ് കേട്ടോ എനിക്ക് സ്റ്റേ തന്നത് കേട്ടോ, നല്ലൊരു മനുഷ്യൻ. അപ്പോൾ എന്തായാലും ഇനി ഒന്ന് ഉറങ്ങണ വീഡിയോ എഡിറ്റ് ചെയ്യണം, 2 ദിവസം വീഡിയോ എടുക്കണം. അപ്പോൾ എന്തായാലും അത് വഴിയെ വരും, കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത് മാത്രമേ പറയണുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.